ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന നഗരം, വൈവിധ്യങ്ങളുടെ സംഗമഭൂമി, രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം. അതെ, ഡൽഹിയുടെ ഓരോ മൂലകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ലോക മുസ്ലിം നഗരങ്ങളെപ്പോലും അതിശയിപ്പിച്ച ഇന്ത്യയിലെ പ്രധാന നഗര സമുച്ചയമാണ് ഡൽഹി. മുസ്ലിം ഭരണം അഭിവൃദ്ധിപ്പെടുത്തിയ ചരിത്രത്തിലെ പ്രധാന പ്രദേശങ്ങളിലൊന്ന്. മാറിവന്ന പ്രസ്തുത ഭരണ സംവിധാനങ്ങളിലൂടെ ഡൽഹി കൂടുതൽ മാറുകയായിരുന്നു. ന്യൂഡൽഹി പുതിയ തലമുറക്ക് സുപരിചിതമായ ഡൽഹിയുടെ ഒരു മുഖമാണ്. എന്നാൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പഴയ ഡൽഹി എന്നറിയപ്പെടുന്ന ഓൾഡ് ഡൽഹി. ഷാജഹാനാബാദ് എന്നാണ് ഈ പ്രദേശത്തിന്റെ പൂർവനാമം. 1639 മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഷാജഹാനാബാദ് എന്ന ഓൾഡ് ഡൽഹി സ്ഥാപിച്ചത്. ആഡംബരപ്രിയനായ ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ. തന്റെ സാമ്രാജ്യത്തിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന പുതിയൊരു കേന്ദ്രം രൂപകൽപ്പന ചെയ്യാനായിരുന്നു ആഗ്രയിൽ നിന്നും തലസ്ഥാനം അദ്ദേഹം ഓൾഡ് ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. യമുന നദിയുടെ തീരത്ത് ജലസേചനത്തിനും കൃഷിക്കും അനുയോജ്യമായ സ്ഥലമായിരുന്നതിനാലാണ് ഈ പ്രദേശം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഷാജഹാൻ നഗരത്തെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് ഷാജഹാനാബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. മാത്രമല്ല, മുഗൾ പ്രതാപത്തിന്റെയും വാസ്തുവിദ്യകളുടെയും കേന്ദ്രമാക്കി ഓൾഡ് ഡൽഹിയെ അദ്ദേഹം പണിതെടുത്തു. വലിയ മതിലുകളും നിരവധി കവാടങ്ങളും നഗരത്തിനു ചുറ്റും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അതിനാൽ തന്നെ ചുമരുകളുടെ നഗരം എന്നും ഈ പ്രദേശം അറിയപ്പെട്ടു. കാശ്മീർ ഗേറ്റ്, അജ്മീർ ഗേറ്റ്, തുർക്ക്മാനി ഗേറ്റ്, ലാഹോറി ഗേറ്റ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. മികച്ച നഗരവികസന മാതൃകയിലൂടെ പ്രദേശത്തെ സാംസ്കാരികമായും രാഷ്ട്രീയപരമായും വാണിജ്യപരമായുമെല്ലാം വലിയ സ്വാധീനമുള്ള കേന്ദ്രമാക്കി മാറ്റാൻ ഷാജഹാനും അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും സാധിച്ചു. നഗരത്തിന്റെ നിർമ്മാണത്തിന് ശേഷം രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ആളുകൾ തൊഴിലവസരങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും വേണ്ടി ഇവിടേക്ക് കുടിയേറി പാർത്തു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുള്ള വിഭാഗങ്ങളെ പഴയ ഡൽഹിയിൽ ഇന്നും കാണാൻ സാധിക്കും. പ്രദേശത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ഇസ്ലാം മതവിശ്വാസികളാണ്. ഹിന്ദി, ഉറുദു ഭാഷകൾ സംയോജിച്ച് രൂപം കൊണ്ട ഹിന്ദുസ്ഥാനിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ. ഉറുദു ഭാഷ രൂപം കൊണ്ടതും ഈ പ്രദേശത്തെ ഉറുദു ബസാർ വിഭാഗത്തിൽ നിന്നാണ്. മുഗൾ ഭരണം അവസാനിച്ചതിനു ശേഷവും വിവിധ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും കൊളോണിയൽ ഭരണത്തിനും ആധുനികവൽക്കരണത്തിനും ഈ നഗരം സാക്ഷ്യം വഹിച്ചു. സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് നിയന്ത്രിത പ്രദേശങ്ങളുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് മാറ്റുകയുണ്ടായി. 1911 വരെ അതവിടെ തുടർന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഷാജഹാനാബാദിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ന്യൂഡൽഹി എന്ന പുതിയ നഗരം വികസിപ്പിച്ചു. ശേഷം വന്ന ഭരണകൂടങ്ങളുടെ ആസ്ഥാനമായി ന്യൂഡൽഹി മാറിയതിനാൽ ഡൽഹിയിലെ പഴയ നഗരത്തെ ഓൾഡ് ഡൽഹി എന്ന് വിളിക്കാൻ തുടങ്ങി. ഡൽഹിയുടെ വടക്കൻ ഭാഗത്താണ് ഇന്ന് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയുടെ തിരക്കേറിയ തെരുവുകൾക്കും ബഹളങ്ങൾക്കുമിടയിൽ ഇന്നും ഓൾഡ് ഡൽഹി നിരവധി പ്രത്യേകതകളാൽ വേറിട്ട് നിൽക്കുന്നു. ഷാജഹാനാബാദിലെ ജീവനുള്ള നിർമ്മിതികളും അതിലൂടെ വികസിച്ചു വന്ന ജനങ്ങളുടെ ജീവിത രീതികളും മതകീയ പരിസരങ്ങളുമെല്ലാം ഇന്ന് ഈ പ്രദേശത്തിന്റെ അക്കാഡമിക് സാധ്യതകൾ കൂടിയായി മാറിയിട്ടുണ്ട്. ഹിസ്റ്ററി, സോഷ്യോളജി വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഓൾഡ് ഡൽഹി വലിയ അവസരങ്ങളാണ് തുറന്നിടുന്നത്. ഒപ്പം ചരിത്ര അന്വേഷകർക്കും ആത്മീയ വിനോദസഞ്ചാരികൾക്കും കലാകാരന്മാർക്കുമെല്ലാം ഇഷ്ടകേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഓൾഡ് ഡൽഹിയിൽ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികളിൽ ഒന്നാണ് ചെങ്കോട്ട അഥവാ ലാൽ കില. മുഗൾ ഭരണാധികാരികളുടെ ഔദ്യോഗിക താമസ സ്ഥലമായിരുന്നു ഈ കോട്ട. ഇന്നും രാജ്യത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമാണ് ഈ ചെങ്കൽ വിസ്മയം. രാജ്യത്തിന്റെ സവിശേഷ ദിനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സമ്മേളിക്കുന്നത് ഇവിടെയാണ്. 1638 മുതൽ 1648 വരെയുള്ള കാലയളവിൽ പണിത ഈ കോട്ട മുഗൾ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ പ്രകടമാക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്.
ചുവന്ന കല്ലിൽ നിർമ്മിച്ച മതിലുകളും വെളുത്ത മാർബിളിൽ ചെയ്ത അലങ്കാരങ്ങളും ഈ കോട്ടയെ ലോകപ്രശസ്തമാക്കി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ചെങ്കോട്ട ഇടം പിടിച്ചിട്ടുമുണ്ട്. താജ്മഹലിന് ശേഷം ഷാജഹാൻ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ചെങ്കോട്ടയ്ക്കായിരുന്നു. ഇന്ത്യയുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നാണ് ചെങ്കല്ലിൽ തീർത്ത ഈ മഹാനിർമ്മിതിയെ വിശേഷിപ്പിക്കുന്നത്. നിരവധി ദർബാറുകളും കൊട്ടാരങ്ങളും മറ്റു രാജകീയ മന്ദിരങ്ങളും ഈ കോട്ടക്കകത്തുണ്ട്. ദിവാനി ആമും ദിവാനി ഖാസുമാണ് കോട്ടക്കകത്തെ രണ്ട് പ്രധാന നിർമ്മിതികൾ. മോത്തി മസ്ജിദ്, മുംതാസ് മഹൽ, റംഗ് മഹൽ, ഹമാമുകൾ, ഷാ ബുർജ്, ചത്ത ചൗക്ക്, ലാഹോറി ഗേറ്റ് തുടങ്ങിയവ കോട്ടയുടെ മറ്റു നിർമ്മിതികളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്ന നിലയിൽ പ്രശസ്തിയാർജിച്ച ജമാ മസ്ജിദ് ഇന്നും രാജ്യതലസ്ഥാനത്തെത്തുന്നവരുടെയും അവിടുത്തെ ജനങ്ങളുടെയും പ്രധാന സന്ദർശന കേന്ദ്രമാണ്. ജമാ മസ്ജിദിന്റെ ഭംഗിയുള്ള കുബ്ബകളും ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളും ഓൾഡ് ഡൽഹിയിലെ മനോഹരമായ കാഴ്ചയാണ്. 1656 പൂർത്തിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ജമാ മസ്ജിദ് മുഗൾ ഇസ്ലാമിക ശൈലിയിലെ അതുല്യ നിർമ്മിതിയാണ്. വലിയ കുബ്ബകളും ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിശാലമായ സ്ഥലവും ഇതിന്റെ സവിശേഷതകളാണ്. ജമാ മസ്ജിദിനോട് ചേർന്ന് നിലകൊള്ളുന്ന ചാന്ദിനി ചൗക്ക് പോലുള്ള തെരുവുകളും ബസാറുകളും മുഗൾ കാലഘട്ടത്തിൽ തന്നെ സജീവമായ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചാന്ദിനി ചൗക്ക് മുഗൾ കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തതാണ്. വ്യാപാരത്തിനും തെരുവു കച്ചവടത്തിനും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. കൂടാതെ മീന ബസാർ, ഭക്ഷണ രുചികൾക്ക് പേര് കേട്ട ഉറുദു ബസാർ, സുഗന്ധ വ്യഞ്ജനങ്ങൾ വിൽക്കുന്ന ഗാരിബോളി, പുഷ്പവിപണിയായ ഫൂൽ മണ്ഡി, ചൗരി ബസാർ തുടങ്ങിയ കച്ചവട കേന്ദ്രങ്ങളും ഓൾഡ് ഡൽഹിയിലുണ്ടായിരുന്നു. അവയിൽ പലതും ഇന്നും തുടർന്നു പോരുന്നുണ്ട്. ചാന്ദിനി ചൗക്ക് വളരെ തിരക്കുള്ള മാർക്കറ്റാണ്. അതിന്റെ സമീപങ്ങളിൽ ഇന്നും ചരിത്രശേഷിപ്പുകൾ അവശേഷിക്കുന്നുണ്ട്. അവയിലൊന്നാണ് ഹവേലികൾ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സംവിധാനമാണിത്. ഹവേലികളിൽ ഒരു വലിയ മുറ്റവും ചുറ്റും 4 കെട്ടിടവും ഉണ്ടാകും. പലതും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. മറ്റൊരു സംവിധാനമാണ് കുച്ച. ഇത് വീടുകളുടെ ഒരു വിഭാഗമാണ്. ഒരു ഭാഗം വീടുകളും എതിർഭാഗം കടയുമായി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ രീതി. മറ്റൊരു വിഭാഗമാണ് ഖത്ര. പണിക്കാരുടെ ഒരു പ്രത്യേക വിഭാഗമാണ് ഇക്കൂട്ടർ. അവർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേരാണിത്. 1650 ഫത്തേപൂർ സിക്രിയിൽ നിന്നും ഷാജഹാന്റെ ഭാര്യമാരിൽ ഒരാളായ ഫത്തേപൂരി ബീഗമാണ് ഫത്തേപൂരി മസ്ജിദ് നിർമ്മിച്ചത്. താജ്മഹലിലെ പള്ളിയും അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ചെങ്കല്ല് ഉപയോഗിച്ചാണ് മസ്ജിദിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. കിരീടം പോലെയുള്ള താഴികക്കുടം മസ്ജിദിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗത ശൈലിയിലുള്ള നിർമ്മാണമാണ് മസ്ജിദിന്റേത്. പ്രാർത്ഥനാ മുറിയോട് ചേർന്ന് പുറത്തേക്ക് 7 കമാനങ്ങളുണ്ട്. അതിൽ തന്നെ മധ്യഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 80 അടിയോളം ഉയരമുള്ള 2 മിനാരങ്ങൾ മസ്ജിദിനുണ്ട്. അകലക്കാഴ്ചയിൽ ഈ മിനാരങ്ങൾ മസ്ജിദിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. മസ്ജിദിനുള്ളിൽ നടുമുറ്റം പോലെയുള്ള ഭാഗത്ത് ചെങ്കല്ല് പാകിയിരിക്കുന്നു. ഇതിനു സമീപമുള്ള ടാങ്ക് മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഉള്ളിൽ തന്നെ മാർബിൾ കൊണ്ട് നിർമ്മിച്ച പ്രസംഗ പീഠത്തിന് 4 പടികളാണുള്ളത്. മസ്ജിദിന്റെ 2 വശങ്ങളിലായുള്ള തൂണുകൾ ചെങ്കല്ല് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജമാ മസ്ജിദുമായി ചില സാമ്യങ്ങൾ ഫത്തേപൂരി മസ്ജിദിനും കാണാം. ഡൽഹിയിലെ ഏറ്റവും പഴക്കമേറിയതും അറിയപ്പെടുന്നതുമായ ജൈന ക്ഷേത്രമാണ് ശ്രീ ദിഗംബർ ജെയിൻ ലാൽ മന്ദിർ. ചരിത്ര പ്രസിദ്ധമായ ചാന്ദിനി ചൗക്ക് പ്രദേശത്ത് ചെങ്കോട്ടക്ക് നേരെ എതിർവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാന്റെ താല്പര്യത്താലാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത്. പിൽക്കാലത്ത് ഈ പ്രദേശത്ത് തന്നെ മറ്റു മതക്കാരുടെയും ആരാധനാലയങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് ഓൾഡ് ഡൽഹിയുടെ വൈവിധ്യങ്ങളെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഉറുദു പാർക്ക് പോലുള്ള മൈതാനങ്ങളും ഇവിടെ കാണാം. ഓൾഡ് ഡൽഹി പ്രദേശത്തെ മിക്ക ആളുകളുടെയും തൊഴിൽ കച്ചവടമാണ്. അവിടെയുള്ള ബസാറുകളുടെ ആധിക്യം തന്നെ ഇതിന്റെ തെളിവാണ്. എല്ലാ തരം സാധനങ്ങളും ലഭിക്കുന്ന ചന്തകളും പ്രത്യേക വസ്തുക്കൾക്ക് വേണ്ടി മാത്രമുള്ള ചന്തകളും ഇവിടെ കാണാം.
ഓൾഡ് ഡൽഹിയിലെത്തുന്ന സന്ദർശകരെ ചുറ്റിപ്പറ്റിയും നിരവധി പേർ തൊഴിൽ കണ്ടെത്തുന്നുണ്ട്. പ്രവാചകന്റെ നഗര ആസൂത്രണ ആശയങ്ങളുടെ സുപ്രധാന അടിത്തറയായി വർത്തിച്ച ഘടകമായിരുന്നു നഗരത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പടുത്തുയർത്തപ്പെട്ട പള്ളികൾ. ഡൽഹിയിലും ജമാ മസ്ജിദ് പോലെ നിരവധി പള്ളികൾ നഗരത്തിന്റെ പ്രൗഢി വിളിച്ചോതി മുസ്ലിം രാജവംശങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓൾഡ് ഡൽഹിയിൽ ഇസ്ലാമിക് കൾച്ചർ നിലനിൽക്കുന്നതായി കാണാം. എന്നാൽ ഇവിടുത്തെ രീതികളിൽ ചിലത് പൊതു ഇസ്ലാമിക് സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ മതകീയവും സാമൂഹികവുമായ പരിസരത്ത് ജമാ മസ്ജിദ് പോലെയുള്ള മതകേന്ദ്രങ്ങൾ പ്രധാന ഇടമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക നിർമ്മിതികളും മുഗൾ വാസ്തുവിദ്യയിലാണ് പണിതിട്ടുള്ളത്. 16, 17, 18 നൂറ്റാണ്ടുകളിൽ മുഗളരുടെ ഭരണകാലത്ത് നിലനിന്നിരുന്ന വാസ്തുശൈലിയാണ് മുഗൾ വാസ്തുവിദ്യ. ഇസ്ലാമിക്, പേർഷ്യൻ, തുർക്കി, ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് മുഗൾ വാസ്തുവിദ്യ. നിർമ്മിതികൾക്കിടയിലെ കൊത്തുപണികളിലും ഈ സമന്വയം കാണാൻ സാധിക്കും. ഓൾഡ് ഡൽഹിയിലെ ഭക്ഷണശാലകൾ ഏറെ കൗതുകകരമാണ്. തെരുവിലെ ഇടങ്ങൾ കൈയടക്കുന്ന വിധത്തിൽ തുറന്ന അടുക്കളകളുള്ള ഈ കടകളിൽ നിന്നും മാംസത്തിന്റെയും മസാലയുടെയും കൊതിയൂറുന്ന ഗന്ധവും അവിടുത്തെ ജീവനക്കാരുടെ കച്ചവട തന്ത്രങ്ങളുടെ ഭാഗമായുള്ള വശീകരണ വിളികളും എപ്പോഴും നിറഞ്ഞു നിൽക്കും. സൈക്കിൾ റിക്ഷ, ഓട്ടോറിക്ഷ, ഇ റിക്ഷ തുടങ്ങി പലതരം റിക്ഷകൾക്ക് കൂടെ മറ്റു വാഹനങ്ങളുമായാൽ ഹോണടി മുഴങ്ങാത്ത ഒരു നിമിഷവും ഉണ്ടാവില്ല. ഈ ശബ്ദകോലാഹലങ്ങളും ഇവിടുത്തെ ആളുകളുടെ ജീവിതവുമായി അലിഞ്ഞു ചേരുന്ന ഘടകമാണ്. അതെ, ഓൾഡ് ഡൽഹി മുഗൾ കാലഘട്ടത്തിന്റെ മധുര സ്മരണകളോടെ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് ആധുനികതയുമായി ലയിച്ച് നിലകൊള്ളുകയാണ്. ഒപ്പം ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് അതിന്റെ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവും ആസ്വദിക്കാനുള്ള അവസരവും തുറന്നിടുന്നു.